ഫാൻസ് ഭയങ്കര കൂടുതലാണ്. ഒരുപാട് ഫാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സന്തോഷ് ചേട്ടനെ നമ്മളൊരു എന്തെങ്കിലും തരത്തിലുള്ള മോശം പറഞ്ഞെന്ന് വിചാരിക്കുക, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രതികരണവുമായിട്ട് വരും. എന്ന് വെച്ചാൽ ആ വിഷയത്തിനെ അല്ല സമീപിക്കുന്നത്, സന്തോഷേട്ടനെ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിനെ ഫാൻസായിട്ട് തന്നെ വായിക്കേണ്ട ആ വാക്ക്. അത് സന്തോഷേട്ടൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്, സന്തോഷേട്ടൻ്റെ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഫാൻസിൽ തന്നെ വേറൊരു ഗ്രൂപ്പായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ വിദേശത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുമ്പോഴും അവിടെ വെച്ചൊക്കെ കാണുന്ന സമയത്ത് അവരുടെ അവിടുത്തെ ഒരു ജീവിതത്തിൻ്റെ സ്റ്റൈൽ വെച്ചിട്ട് ഇവിടെ അവർക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരു പല കാരണങ്ങൾ കൊണ്ട് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സന്തോഷേട്ടൻ പലപ്പോഴും പറയാറുള്ളത് ഈ തിരിച്ച് നിങ്ങൾ ഇവിടെ വന്നൊരു സംരംഭകനാകൂ എന്ന് പറയുന്നൊരു വേർഡ് പറയുന്നുണ്ട്. നമ്മുടെ രാജ്യം അത്രയൊക്കെ വളർന്നു കഴിഞ്ഞു. അപ്പം ഫാൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫാൻസിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് വളം വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ പറയുന്ന ഗൗരവം രജനീഷിനും ഫാൻസ് ഉണ്ടായി കഴിഞ്ഞു. അതെ കുറച്ച് ഫാൻസ് സൂക്ഷിച്ച് തീർച്ചയായിട്ടും വാക്കുകളൊക്കെ വർത്താനം പറഞ്ഞാൽ പോലും പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഇത് പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഫാൻസിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പുറത്തു പോയ ഫാൻസ് ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഒരു ഗുണകരമായ ഒരു ഫാൻസ് ഉണ്ട്. അവരവിടെ പോയിട്ട് അവർ പല രാജ്യങ്ങളും സന്തോഷേട്ടൻ കാണിച്ചു കൊടുത്തൊക്കെ അവിടെ പോയിട്ട് അവർ ബിസിനസ് ഒക്കെ ചെയ്ത് സന്തോഷേട്ടനെ കാണിച്ചു തരും. ചിലപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതിന്റെ ഞാനതൊക്കെ കാണാറുണ്ട്. അവർക്കുള്ള ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ട് അതെ, അവരോട് സ്ഥിരം ജീവിക്കുന്നവരാ, അവരുടെ റിയാലിറ്റിയുടെ വേറൊരു ലോകം നമ്മൾ കാണുകയാണ്. ഇപ്പൊ കുറച്ചുകൂടെ ആ ഫാൻസ് അവരെ നിന്ന് പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അല്ല ഞാൻ ഫാൻസി എന്നല്ല, ഞാൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഈ വ്ളോഗർമാരെയാ. ഈ വ്ളോഗേഴ്സിന്റെ അനുഭവങ്ങൾ, അവർ പോകുന്ന വഴികൾ, അവർക്ക് കുറേയും കൂടെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതുകൊണ്ട് അവർ കുറേയും കൂടെ നമ്മൾ പോകാത്ത വഴികളിലൊക്കെ പോകുന്നുണ്ട്. അവര് ഈ പുതിയ ഏത് മാറ്റത്തെയും സ്വീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു KSRTC ഡ്രൈവർക്ക് ഉള്ളൊരു കുഴപ്പം, ഒരു പ്രൈവറ്റ് കാറിൻ്റെ ഫ്രീഡം ഇല്ല എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. പ്രൈവറ്റ് കാറിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പക്ഷേ KSRTC ഡ്രൈവർക്ക് ഒരു റൂട്ട് തന്നിട്ട് അതിലൂടെ ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനകത്ത് എങ്ങനെ ഇരിക്കുന്നത്. ഏതൊക്കെ സ്റ്റോപ്പിൽ നിർത്തണമെന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിനർത്ഥം പ്രൈവറ്റ് കാറിൽ ഇഷ്ടം പോലെ പോകുന്നവരെ നമുക്ക് ഇഷ്ടമല്ല എന്നോ, അതല്ല നമ്മുടെ സ്വപ്നമൊന്നും അല്ല, അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. സഞ്ചാരത്തിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരവും ഒരു ക്വാളിറ്റിയും ഒരു കണ്ടന്റും ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ആ ക്വാളിറ്റിയിൽ അങ്ങ് നിലനിർത്തുന്നേ ഉള്ളൂ. ഒരു ബ്ലോഗൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും ഞാനും ചിലപ്പോൾ ചില ആളുകൾ പറയും, നിങ്ങൾ ചില അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതിനകത്ത് നിങ്ങളെ സഞ്ചാരത്തിൽ വർത്താനം പറയുന്നൊരു സന്തോഷ് ജോർജ് അല്ലാന്ന് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒരാളാണ്. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ട് വർത്താനം പറയുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ ബൈജു നായരുമായിട്ടുള്ള എൻ്റെ അഭിമുഖമൊക്കെ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ട് അങ്ങനെ അതാണ് എൻ്റെ ബേസിക് നേച്ചർ. അതാണ് ഞാൻ യാത്ര ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ആളുകൾ, ഇപ്പോൾ എൻ്റെ സംഘത്തിനൊപ്പം എൻ്റെ ഗ്രൂപ്പിൽ ടൂർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇവർ പലരും ആദ്യത്തെ ഒരു ദിവസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, പക്ഷേ ഞങ്ങൾ ഇങ്ങനെയൊന്നും ഇത്ര ഫ്രീ ആണോ, ഇത്ര ഫ്രണ്ട്ലി ആണോ, അറിയില്ലായിരുന്നു. ഞങ്ങളുടെ കുളങ്ങര ഇങ്ങനെയല്ല. സന്തോഷമായിട്ട് ഈ ലൈറ്റർ കോമഡീസ് ഒക്കെ പറഞ്ഞ് ഇപ്പോൾ ഓഫീസിലൊക്കെ ഗൗരവ സ്വഭാവമുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇടപെടേണ്ടി വരും. അല്ലാത്തപ്പോഴൊക്കെ ലൈറ്റർ കോമഡി ഒക്കെ പറയുന്ന ഒരു മനുഷ്യനല്ലേ. ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കുകയും, ഒന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബത്തിൽ തന്നെ, ഇപ്പോൾ എൻ്റെ അനുജന്, ഞാൻ, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ അമ്മയുടെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും തമാശക്കാരാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മറുപടികൾ മുഴുവൻ മറുപടികൾ കൊടുക്കുന്ന ഈ തഗ് വാക്ക് ഈയിടെ വന്നതാണെങ്കിൽ ഒരു 40 കൊല്ലം മുമ്പ് ഇത് ഞങ്ങൾ വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ഫാദറും ഞങ്ങളൊക്കെ കൂടി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗൗരവമായ വിഷയത്തെയൊക്കെ കൂടുതൽ ഒരാൾ ഒരെണ്ണം പറഞ്ഞാൽ അതിന് മറുപടി പറയുക. തമാശയുടെ ഒരു കുടുംബമാണ് ഞങ്ങൾ. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ എൻ്റെ സിസ്റ്റേഴ്സും അവരുടെ മക്കളും എല്ലാം കൂടെ വരും. ചിലപ്പോൾ മാസത്തിലൊന്ന് എന്താണേലും ഞങ്ങൾ ഒത്തുകൂടും. ഇതൊക്കെ ഈ ഒത്തുകൂടലെന്ന് പറയുന്നത് പറയാനുണ്ടല്ലോ, ഗംഭീര ഒരു ആഘോഷമാണ്. അവിടെ ഗൗരവമായ വിഷയങ്ങളേ ഇല്ല. ഗൗരവമായ കാര്യം പറഞ്ഞാൽ പോലും അത് തമാശയായി അവസാനിക്കുള്ളൂ. ഒന്നും അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിള്, അതുപോലെ തന്നെ ഇവിടുത്തെ തന്നെ ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ, എൻ്റെ മുറി ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഗൗരവമായ വിഷയങ്ങൾ വരികയോ നമ്മുടെ സെറ്റ് പാറ്റേണിൽ തെറ്റുകൾ വരുത്തുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു വയലന്റ് ആവുന്നത്. അതല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അത് ഭയങ്കര വയലൻസ് ആയിരിക്കുമല്ലേ. അത് എനിക്ക് ഈ കോംപ്രമൈസുകൾ, നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാവുന്ന ആളല്ല. അതായത് ഞാൻ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ രജനീഷ് 3 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ 3 മണിക്ക് നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ,
ഞങ്ങൾക്ക് അതറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ 2:30 വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ നിങ്ങൾ ചിലരുണ്ട് 3 മണിക്ക് വരുമെന്ന് പറയും, 3 മണിക്ക് കാണില്ല, 3 മണിക്ക് ഒരു മെസ്സേജ് പോലും അയക്കില്ല, 3:30 4 മണിയാകുമ്പോൾ ഓടിപ്പാഞ്ഞു വരും, എന്നിട്ട് എന്തെങ്കിലും ഒരു ന്യായം പറയും. അതെനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഞാൻ 4 മണി മുതൽ അല്ലെ 5 മണി മുതൽ ഞാൻ വേറൊരാൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്, അല്ലെ വേറൊരു പരിപാടിക്ക് ഞാൻ സ്റ്റുഡിയോയിലേക്ക് കയറേണ്ടതാണ്, എൻ്റെ ഷൂട്ടുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടത്തിയെങ്കിൽ മാത്രം ഇത്രയും. നിങ്ങൾ ആദ്യം ചോദിച്ചില്ലേ എങ്ങനെ ഒരു പരസ്യമില്ല ഒരു ചാനൽ ഇടുന്നു, ഇതെല്ലാം കൂടെ ചേർന്നത് കൊണ്ടാണ് ആ പരസ്യമില്ലാതെ ഓടുന്നത്. കുട്ടൻസ് ഇതുവരെയും പറഞ്ഞില്ല കേട്ടാ. ഞാൻ അറിയാതെ അതിലേക്ക് തിരിച്ച് നിങ്ങളെ കൊണ്ട് ഞാൻ ക്ഷമിക്കണം. ഞാൻ വളരെ കാര്യമായിട്ട് ചോദിച്ചതാ, 5 ദിവസം ഇവിടെ നിന്നോ എന്ന് പറഞ്ഞതാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് പഠിക്കാന്ന് വിചാരിച്ചതാ. പഠിക്കാം, നിന്നോ. ഞാൻ എല്ലാവരും കേട്ടല്ലോ തിരിച്ചു പറയുന്നത്. ഒരു 5 ദിവസം ഇവിടെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്ക് പഠിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ ചാനൽ തുടങ്ങും. അപ്പോൾ വാക്ക് മാറില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. 5 ദിവസം ഞാൻ ഇവിടെ നിന്ന് ഈ ടെക്നിക്ക് പഠിക്കും, എന്നിട്ട് ഇതിനേക്കാളും വലിയൊരു സംവിധാനം എനിക്ക് തുടങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും തുടങ്ങാം. അപ്പോൾ എനിക്ക് അതിന്റെ കുറച്ച് പൈസ തരണം, ഇതിനൊരു റോയൽറ്റി ഉണ്ടല്ലോ. അല്ല, ഈ സംരംഭകരെയൊക്കെ ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ സത്യത്തിൽ ഈ സംവിധാനം നടന്നു പോകുന്ന അത്ര ഈസി ആയിട്ടാണോ? തലകുത്തി മറിയല്ലേ ശരിക്കും? ഈസി എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നടക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രജനീഷ് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു മാള് തുടങ്ങിയാൽ അതിനകത്ത് ഇത്രയും ബ്രാൻഡുകൾ, ഇത്രയേറെ ആളുകൾ വരണം, അതിനുള്ള സർവീസ് കൊടുക്കണം, അവരെല്ലാം ഹാപ്പി ആവണം, അത് ക്ലീൻ ആയിരിക്കണം, അവിടെ റെസ്റ്റോറൻറ്റ് ഭംഗിയായിട്ട് നടക്കണം, അവിടുത്തെ തിയേറ്ററുകൾ പ്രോപ്പറായിട്ട്, എന്തുമാത്രം തലവേദന ഉണ്ടാവും അല്ലേ? എന്നാൽ കേരളത്തിൽ ഒരു മലയാളി 200 മാൾ ഒന്നിച്ച് നടത്തുന്നില്ലേ? അയാളിങ്ങനെ അപ്പം നടത്തുന്നത്. അപ്പോൾ അയാൾക്ക് അങ്ങനെയാണ് ഉറക്കം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണത്തിലൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് നടപ്പാക്കുക. എവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വഴക്കുണ്ടാക്കുന്ന ഒരാൾ എൻ്റെ ഉള്ളിലുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഉണ്ടാക്കിയിട്ടൊരു സിസ്റ്റം തെറ്റിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഈസിനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഉഴപ്പിയിട്ട് അല്ലെങ്കിൽ ചില അശ്രദ്ധ കൊണ്ടൊക്കെ തെറ്റിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സിസ്റ്റം ഫെയിലാവും. സിസ്റ്റം ഫെയിലായാൽ നിങ്ങൾ വന്ന് കൊള്ളാമല്ലോ, സഫാരി നന്നായിട്ട് പോകുന്നു, വിജയമായിട്ട് പോകുന്നു, ലേബറിൻ്റെ കൃത്യമായിട്ട് ഇറങ്ങുന്നു, പ്രസിദ്ധീകരിക്കുന്നു, എൻ്റെ ടൂർ കമ്പനി തരക്കേടില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹെറിറ്റേജ് സെൻറ്റർ ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ള ആ വാക്കങ്ങ് വേണ്ടെന്ന് വെക്കും. പഴയവരൊന്നും ഓടുന്നില്ലല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെടും. അതല്ലേ ഏറ്റവും പ്രധാനം. ഞാൻ ഒരാളുടെ അടുത്തുനിന്ന് ലേബറിൻ്റെക്ക് വേണ്ടി 50 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാസേ കിട്ടണം, ആഗ്രഹിക്കുന്ന ക്വാളിറ്റി കിട്ടണം. അത് എൻ്റെ ഒരു ഉറപ്പാണ്. അതിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളെയും ഞാൻ വെച്ച് കുറിപ്പിക്കില്ല. ഞാനിവിടെ ഫൈറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? എൻ്റെ കസ്റ്റമർക്ക് വേണ്ടിയാണ്. സഫാരി കാണുന്ന ഒരു പ്രേക്ഷകന് അവൻ നെറ്റി ചുളിക്കുന്ന ഒരു ക്വാളിറ്റി ആയിരിക്കരുത് ഇവിടുന്ന് പോകുന്നത്. അത് മാത്രമേ ഞാൻ ഉറപ്പ് വരുത്തുന്നുള്ളൂ. അല്ലാതെ എനിക്ക് കൃത്യസമയത്ത് ചായ കൊണ്ടുതരാത്തതിൻ്റെ പേരിൽ, ഈ ഞാനിരിക്കുന്ന സ്ഥലത്തെ സൗകര്യം ഒരുക്കാത്തതിൻ്റെ പേര് ഞാൻ ആരെയും വഴക്ക് പറയാറില്ല. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, മുതലാളി കലിപ്പാവും. ക്രൂരമായ മുഖങ്ങളെ കാണേണ്ടി വരും, ദംഷ്ടകളൊക്കെ പുറത്ത് ചാടും. അത് കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളിൽ ഏതാണ്ട് 80% പേര് 20 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നവരാ. 20 വർഷത്തിലേറെയായി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ എൻ്റെ സ്റ്റാഫിലെ 80% പേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കുഴപ്പമില്ല മുതലാളി. അതായത് ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുള്ള ഒരു കാര്യം, അത് അവർക്കും അറിയാം എന്താ കാരണമെന്ന്. അത് തിരുത്തും എന്ന് വെച്ചാൽ എല്ലാവരും അത് ഒരിക്കൽ വഴക്ക് കേട്ടോ പിന്നെ അത് ആവർത്തിക്കാതിരുന്നാൽ മതിയല്ലോ.